എൻ്റെ പേര് സോജി. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് മനു മാത്യു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ജൂൺ 22-ാം തീയതിയാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ സാക്ഷ്യം പറയാൻ നിയോഗമായി വെച്ചിരുന്നത്, ഞങ്ങൾക്ക് 12 വർഷമായി സ്വന്തമായി ഒരു ഭവനമില്ലായിരുന്നു. ആ ഭവനത്തിന് വേണ്ടി ഇവിടെ നിയോഗം വെക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലത്ത് ഭവനം പണിയാൻ അനുയോജ്യമായ സ്ഥലമായിരുന്നില്ല. ആ സ്ഥലം ഞങ്ങൾക്ക് വിറ്റാൽ മാത്രമേ ഞങ്ങൾക്ക് പള്ളിയുടെ അടുത്തൊരു ഭവനം പണിയാൻ സ്ഥലം ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിന് സാധിക്കുമായിരുന്നുള്ളൂ. അതിനാൽ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിയോഗം വെച്ചതിൻ്റെ ഫലമായി ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ട് ജോസഫച്ചൻ ഒരു ആശീർവാദം വെഞ്ചരിച്ച് തരികയും അത് ഞങ്ങളുടെ സ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങളുടെ സ്ഥലം വിറ്റുപോവുകയും ഞങ്ങൾക്ക് പള്ളിയുടെ അടുത്ത് തന്നെ പുതിയൊരു സ്ഥലം വാങ്ങുവാനും ഭവനം പണിയുവാനും സാധിച്ചു. ഞങ്ങൾക്ക് ഭവനം പണിയുന്നതിന് വേണ്ടി ലോൺ എടുക്കുവാൻ ബാങ്കിലെല്ലാം അന്വേഷിച്ചെങ്കിലും ലോൺ ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥം, കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം എന്ന വചനം ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും, കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടപ്രകാരം ഞങ്ങൾക്കൊരു ഭവനം ലഭിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ഭവനം തന്ന് അനുഗ്രഹിക്കാൻ ഞങ്ങൾക്ക് ലോൺ ലഭിക്കണമേ എന്ന് ഞങ്ങൾ മുട്ടിപ്പായി കർത്താവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് വരുന്നു എന്നും ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾ പോയി അന്വേഷിച്ച് ബാങ്കിൽ നിന്ന് ഞങ്ങളെ വീണ്ടും വിളിക്കുകയും ഞങ്ങൾക്ക് ലോൺ തരാമെന്ന് പറയുകയും ചെയ്തു. ഡോക്യുമെൻറ്റ്സ് കൊടുത്തെങ്കിലും ഞങ്ങൾക്ക് ലോണിന് വളരെ കാലതാമസം എടുക്കുകയും എപ്പോൾ അന്വേഷിച്ചാലും ലോൺ തരാൻ താമസമുണ്ടെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾ വീണ്ടും ബാങ്കിലേക്ക് നേരിട്ട് ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ നിങ്ങളുടെ ലോണിൻ്റെ പേപ്പറുകളെല്ലാം ശരിയായെന്നും ഹെഡ് ഓഫീസിലേക്ക് ചെന്ന് അവിടെ ഒപ്പിട്ട് കൊടുക്കാൻ പറയുകയും ചെയ്തു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് അവിടുത്തെ മാനേജർ പറഞ്ഞു, നിങ്ങളുടെ ലോണിൻ്റെ പേപ്പറുകളെല്ലാം എത്രയും പെട്ടെന്ന് ശരിയാക്കണമെന്നും പറഞ്ഞ് ഇവിടെ ഒരാൾ വന്നിരുന്നു. നിങ്ങളുടെ ലോണിൻ്റെ പേപ്പറുകൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ശരിയായി കിട്ടിയത്. നിങ്ങളുടെ സോജി മനുവിൻ്റെ പേപ്പർ ഒന്നെടുത്ത് വേഗം ശരിയാക്കി കൊടുക്കണമെന്ന് ഇവിടെ ഒരാൾ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഒരാളെ ഒരിക്കലും പറഞ്ഞയച്ചിട്ടോ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരാൾ പോകാനോ ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ അടയാളം വെച്ച് അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് അറിയുകയില്ല. ഞങ്ങളുടെ ലോണിൻ്റെ പേപ്പർ ഈശോയും അമ്മ മാതാവും ഇടപെട്ടാണ് ശരിയാക്കി തന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാതാവ് തന്ന സ്ഥലത്ത് വെള്ളം ലഭിക്കുകയില്ലെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അത് കാരണം അടുത്തുള്ള സ്ഥലത്ത് 3 പ്രാവശ്യം കുഴൽക്കിണർ അടിച്ചിട്ടും വെള്ളം കിട്ടാതിരിക്കുകയും അവർ ആ സ്ഥലം വിട്ടിട്ട് പോവുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടുത്താണ് ഞങ്ങളുടെ സ്ഥലവും. ഞങ്ങൾ അത്ര ആഗ്രഹിച്ച് ഞങ്ങൾ ഭവനം പണിയാൻ മേടിച്ച് ആ സ്ഥലത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ എല്ലാവരും പറയില്ലേ, ഭാഗ്യമില്ലാത്തവരൊക്കെയാണ്, വെള്ളം കിട്ടണമെങ്കിൽ ഒക്കെ ഒരു ഭാഗ്യമാണെന്ന് പറയുന്ന പോലെ ഞാനും മാതാവിനോട് ഞങ്ങൾ ഉടമ്പടി ഉപ്പ് ആ കിണറിന് സ്ഥാനം കണ്ട സ്ഥലത്തിടുകയും ഇവിടുത്തെ വിശുദ്ധ ജലം ഒഴിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് 400 അടിയിൽ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞെങ്കിലും 290 അടിയിൽ ഞങ്ങൾക്ക് വെള്ളം തന്ന അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കി തരണേ അമ്മേ മാതാവേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പൂർത്തിയാക്കി ഇവിടെ കൊണ്ടുവന്ന അമ്മ മാതാവിന് ഞങ്ങൾ താക്കോല് സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളാമെന്ന് നേർന്നിരുന്നു. ഞങ്ങളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തിയായി. മെയ് 9-ാം തീയതി ഞങ്ങളുടെ കയറിത്താമസമാണ്. അമ്മ മാതാവിനെ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ ഞങ്ങൾ വന്ന അമ്മ മാതാവിന് തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. ആത്മീയ ജീവിതം ഞാൻ ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കിയിരുന്നില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോഴും എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് 2024 ജൂൺ 22 മുതൽ ഞാനിങ്ങോട്ട് ഒറ്റ വിശുദ്ധ കുർബാനയും മുടക്കിയിട്ടില്ല. എന്തെങ്കിലും സാഹചര്യത്താൽ ഈശോയെ സ്വീകരിക്കാൻ എനിക്ക് സാധിക്കാതിരുന്ന കുർബാനയിൽ ഓൺലൈനിൽ കുർബാന കൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കാതിരുന്നാൽ അതെനിക്ക് ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ എനിക്ക് സാധിച്ചു.
കാരുണ്യപ്രവൃത്തിയായിട്ട് അനാഥാലയത്തിൽ പോവുകയും അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു നൽകുകയും അവിടുത്തെ അച്ചാച്ചന്മാരെയും അമ്മച്ചിമാരെയും സ്വന്തം ചാച്ചനും അമ്മയെയും പോലെയും കണ്ട് അവരെ ശുശ്രൂഷിക്കാനും അവരുടെ വേദനകളിൽ അവരോട് ആശ്വാസം പറയുവാനും സാധിച്ചു. മരിച്ചുപോയവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന ചെല്ലിക്കാൻ ആളില്ലാതെ ഇവിടെ ഇല്ലാത്ത മരിച്ചുപോയവരുടെ കുടുംബങ്ങൾ ഇവിടെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വിശുദ്ധ കുർബാന ചെല്ലിച്ചിട്ടുണ്ട്. പത്രം വിതരണം ചെയ്യുകയും ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവരെയും ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ലാത്തവരുടെയും അടുത്തൂടെ പോയി അവരോട് ഈശോയെ മാതാവിനെക്കുറിച്ച് സംസാരിക്കുകയും ഉടമ്പടി എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് അമ്മ മാതാവും തിരുക്കുമാരനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ കഴിവിനാൽ ഒരിക്കലും സാധ്യമല്ലാവുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഭവനം പണി പൂർത്തിയാക്കി അതിനകത്ത് വേണ്ടുന്ന എല്ലാ സാധനങ്ങളോടുകൂടി അമ്മ മാതാവ് തന്ന് അനുഗ്രഹിക്കുമെന്ന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. 128 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാനഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. സോജി, മനു മാത്യു എന്ന ഈ ദമ്പതികൾ ഇവിടെ വന്ന് അവർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് വലിയ ശക്തമായി വിശ്വാസ പ്രഖ്യാപനത്തോടുകൂടി പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നതാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. പരിശുദ്ധ അമ്മയുടെ സമയച്ചുരുക്കത്തിൻ്റെ മധ്യസ്ഥത ഇവരിവിടെ വെളിപ്പെടുത്തുകയാണ്. 12 വർഷമായിട്ട് അവർക്ക് വീടില്ലാതിരുന്ന ഒരു വലിയ വേദനയുടെ സമയത്താണ് അവരിവിടെ വന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അവർക്ക് പരിശുദ്ധ അമ്മ അനുയോജ്യമായ സ്ഥലവും അനുയോജ്യമായ നല്ലൊരു വീടും എല്ലാ വീട്ടുപകരണങ്ങളും നൽകിയതും അതിൽ കവിഞ്ഞ് അവർക്ക് ലോൺ കിട്ടാതിരുന്ന ഒരു വലിയ അവസ്ഥയിൽ സങ്കടത്തിൽ ആരോ ഒരാൾ ചെന്ന് ബാങ്കിൽ ചെന്ന് അവർക്ക് ലോൺ നൽകണം എന്നുള്ള ഒരു ശുപാർശ കൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അവർക്കുണ്ടായി എന്ന് ഏറ്റുപറയുകയാണ്. നാം ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു വലിയ സാധ്യത അതാണ്. എത്ര തന്നെ സമയം നീണ്ടുപോയാലും പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിന് മേൽ അധികാരമുണ്ട്. നിങ്ങൾക്കിതിനൊന്നും നിങ്ങൾക്ക് മുൻപേ പോയി മലകളും ഇരുമ്പോടാമ്പലുകളെല്ലാം തച്ചുടയ്ക്കുന്ന അടിച്ചു തകർക്കുന്ന ഒരു ശക്തനായ ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്ന് ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇസ്രായേൽക്കാർ വാഗ്ദാന പേടകം ജെറിക്കോ സിറ്റിയുടെ മതിലുകളിൽ ചെന്ന് തട്ടിയപ്പോഴാണ് വലിയ അത്ഭുതം. നാളെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുന്ന ദൈവം നമുക്ക് നാളെ പോലും നീക്കിവെക്കുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതും നമുക്ക് വലിയ പരിവർത്തനമുണ്ടാകുന്നതും നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും അനുതാപത്തോടെയും ജീവിക്കുവാനുള്ള വലിയ കൃപ ഉടമ്പടിയിലേക്ക് വരുന്ന മക്കൾക്ക് വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ളം കിട്ടാനായി ഇവരുടെ സ്ഥലത്ത് കിണർ കുഴിക്കുമ്പോൾ 400 അടിയേക്കാൾ അധികം അവർക്ക് താഴ്ത്തണം എന്നാണ് വെള്ളം കണ്ടവർ അവരോട് നിർദ്ദേശിച്ചത്. പക്ഷേ അവർ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി വളരെ പെട്ടെന്ന് തന്നെ 290 അടിയിൽ അവർക്ക് ധാരാളം വെള്ളം നൽകിയതായി ദൈവം അനുഗ്രഹിച്ചതായി അവർ ഏറ്റുപറയുന്നു. നമുക്ക് അനുഗ്രഹത്തിൻ്റെ വലിയ കലവറകൾ തുറന്നു കിട്ടുന്ന ഒരു സ്ഥലമാണ് കൃപാസനം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവാനുഭവം നമ്മളിലേക്ക് എത്രമാത്രം ചൊരിയുന്നുവോ അത്രമാത്രം ഈശോയെ സ്നേഹിക്കുവാനുള്ള ഒരു കടപ്പാട് നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാം. സോജിയുടെ വാക്കുകളിൽ ഞാൻ വിശേഷവിധിയായി മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാന ഏൽപ്പിക്കുകയും മരിച്ചവർ ആരുമില്ലാത്തവർക്ക് വേണ്ടി, മരിച്ചുപോയി ആരും പ്രാർത്ഥിക്കാനില്ലാത്തവർക്ക് വേണ്ടി ഞാൻ വിശേഷവിധിയായി കുർബാന വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വിശേഷവിധിയായി നീ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് നമുക്കൊരു ഉത്തരമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും വളരെ ഈസിയായി, വളരെ ദൈവത്തിനെ നമ്മോട് ഇടപെടാൻ എളുപ്പമുണ്ടെന്ന് ഈ സാക്ഷി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സോജിക്കും മനു മാത്യുവിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്ക് ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.